ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ പുതിയ ചാനലായ ഈസി വിത്ത് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണിത് കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് തയ്യൽ മെഷീനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ള മെഷീന് ടേബിൾ ടോപ്പ് മെഷീനാണ്. അതായത് ഫാഷൻ മേക്കറിൻ്റെ ജനോമി എന്ന് പറഞ്ഞ മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത്. സാധാ മെഷീന് നമുക്ക് ബിഗ്നേഴ്സിനൊക്കെ സാധാ മെഷീൻ ആവശ്യം മതി കേട്ടോ. അതുപോലെ ഹൈ സ്പീഡിൻ്റെ മെഷീനുണ്ട്. നമുക്ക് കുറച്ചൊക്കെ ഒരുപാട് തയ്ക്കാനൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഹൈ സ്പീഡിൻ്റെ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പവർ മെഷീൻ ഉണ്ട് കേട്ടോ. പവർ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിലൊക്കെ ഉപയോഗിക്കാൻ തക്കത്തോണുള്ള മെഷീനാണ് പവർ മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മെഷീനിന് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പരിചയപ്പെടാം കേട്ടോ. എല്ലാ മെഷീനും ഏകദേശം ഒരുപോലെ തന്നെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. സിംഗിൾ മെഷീനിലും ഹൈ സ്പീഡ് മെഷീനിലും നൂല് കോർക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. സാധാ മെഷീനിൽ നമ്മുടെ ഇടത് സൈഡിലായിരിക്കും നൂല് കോർക്കുന്ന ആ ഭാഗം വരുന്നത്. എന്നാൽ ഹൈ സ്പീഡിൽ മുൻവശത്തായിരിക്കും ടെൻഷൻ ഡിസ്ക് വരുന്നത്. പ്രധാനമായിട്ടും മെഷീന് 3 ഭാഗങ്ങളാണുള്ളത്. താഴെ ഭാഗത്ത് നമ്മൾ പറയുന്നതാണ് ബെഡ് പ്ലേറ്റ് എന്നാണ് പറയുക കേട്ടോ. ആ ഭാഗത്താണ് ബോബിനും കേസും ഒക്കെ വരുന്നത്. ഈ ഒരു താഴെ ഭാഗത്താണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫേസ് പ്ലേറ്റ്. നമ്മുടെ ഫേസിന് നേരെ വരുന്ന ഭാഗം, അതിനെയാണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നൂല് കോർക്കുന്നതും നീഡിൽ ബാറും ഒക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്തതായിട്ട് നമുക്ക് ഹാം എന്ന് പറയും. നമ്മുടെ വീല് ഒക്കെ ഉള്ള ചക്രമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെയാണ് ഹാം എന്ന് പറയുന്നത്. മെഷീനെ നിയന്ത്രിക്കുന്ന ഭാഗമാണത്. ആദ്യം വേണ്ടത് മെഷീൻ ബാലൻസ് ആണ്. അതിനു വേണ്ടി സൂചിയിൽ നൂലിടാതെ നല്ലതുപോലെ ചവിട്ടി പഠിക്കാം. അപ്പോൾ മെഷീൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് മെഷീൻ്റെ ഓരോ പാർട്സുകളെ പരിചയപ്പെടാം. തയ്യൽ മെഷീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ബാലൻസ് വീൽ എന്ന്. ഇതിന് ഹാൻഡ് വീൽ എന്നും പറയാം. മെഷീൻ്റെ വലതുവശത്ത് കാണുന്ന വലിയ ചക്രമാണിത്. മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഊർജത്തെ വേഗതയും നിയന്ത്രിക്കുകയും സൂചിയെ മുകളിലോട്ടും താഴേക്കും ചലിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ബാലൻസ് വീൽ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വേണം തിരിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിപരീത ദിശയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നൂല് കുടുങ്ങുകയും സൂചി പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബാലൻസ് വീൽ കഴിഞ്ഞാൽ മെഷീൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ ഭാഗമാണ് നീഡിൽ ബാർ എന്ന് പറയുന്നത്. മെഷീൻ്റെ ഹൃദയം എന്നൊക്കെ പറയാം. എന്നാൽ ഇരുണ്ട സ്റ്റീൽ ദണ്ടാണിത് കേട്ടോ. ഇതിൻ്റെ താഴത്തെ അറ്റത്താണ് നമ്മൾ തയ്യൽ സൂചി ഉറപ്പിക്കുന്നത്. ബാലൻസ് വീൽ കറക്കുമ്പോൾ നീഡിൽ ബാർ മുകളിലേക്കും താഴേക്കും ചലിക്കുകയും ചെയ്യാം കേട്ടോ. നീഡിൽ ബാറിൽ സൂചി ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പരന്ന ഭാഗം ശരിയായ ദിശയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സാധാരണ മെഷീനിലൊക്കെ ആണെങ്കിൽ വലതുവശത്തേക്കോ പിന്നിലേക്കൊക്കെ ആയിരിക്കും അതിൻ്റെ സൂചി വെക്കേണ്ടത്. അത് കൃത്യമായി മുകളിൽ വരെ കയറ്റി വച്ചില്ലെങ്കിൽ തുന്നൽ വിട്ടുപോകും. തയ്യൽ മെഷീനിൽ തുണിയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് പ്രഷർ ഫൂട്ട് എന്ന് പറയുന്നത്. ഇത് തുന്നുന്ന സമയത്ത് മെഷീനിലെ ഫീഡോഗിന്, അതായത് തുണിയെ പുറകോട്ട് തള്ളുന്ന പല്ലുകളെയാണ് ഫീഡോഗ് എന്ന് പറയുന്നത്. ഈ മുകളിൽ അമർത്തി പിടിക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ അമർത്തൽ കാരണമാണ് തുണി വശങ്ങളിലേക്ക് തെന്നിപ്പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റിച്ച് റെഗുലേറ്ററാണ് കേട്ടോ. മെഷീൻ്റെ മുൻഭാഗത്ത് വലതുവശത്തായി കാണുന്ന ഒരു നോബുണ്ട്, അല്ലെങ്കിൽ ലിവർ. അത് ഉപയോഗിച്ചാണ് തുന്നലുകൾ എത്ര വലിപ്പത്തിൽ വേണമെങ്കിൽ നമ്മൾ വലിപ്പം വേണം തീരുമാനിക്കണം. ചെറുത് വേണോ വലുത് വേണോ. അതൊരു 0 മുതൽ 5 വരെ അതിൻ്റെ നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ചുകൾ ചെറുതും വലുതാക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് വളരെ ചെറുതായിട്ടുള്ള തുന്നുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മുതൽ 2 ചെയ്യാം. സാധാരണ തയ്യലുകൾക്ക് അതായത് ഏറ്റവും അനുയോജ്യമായ നമ്പറാണ് 3 വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ബോബിൻ കേസ് ഉറപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ബോബിൻ കേസ് നമ്മൾ വെക്കുന്ന ആ ഭാഗം ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ബോബിൻ കേസ് വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ബോബിൻ കേസ് എടുക്കുകയാണ്. അതിനുശേഷം ബോബിൻ കേസ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇനി കേസിനുള്ളിലേക്ക് നമ്മൾ ബോബിന് വെക്കുന്ന രീതി ഉള്ളിലോട്ട് വെച്ച് അതിൻ്റെ ആ ഒരു
ഉള്ളിലൂടെ എടുത്ത് ഹോളിൻ്റെ ഉള്ളിലോട്ട് നൂല് വലിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു കേസ് ഉള്ളിലോട്ട് വെച്ച് ബോബിൻ അതിനുള്ളിലേക്ക് തള്ളി വെക്കുമ്പോൾ ഒരു ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കണം. ആ ശബ്ദം കേട്ടാൽ മാത്രമേ ബോബിന് കൃത്യമായിട്ട് ലോക്കായിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ബോബിനിൽ നൂല് എങ്ങനെ ചുറ്റുന്ന രീതിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. കൈകൊണ്ട് ആദ്യം നൂലൊന്ന് വട്ടം ബോബിനിൽ ചുറ്റിയ ശേഷം വേണം വൈൻഡറിൽ വെക്കാൻ കേട്ടോ. വൈൻഡർ ചക്രത്തിന് ചുറ്റുമുള്ള കറുത്ത ഡബ്ബർ ബാലൻസ് വീല് തട്ടുമ്പോഴാണ് ബോബിന് നിറയുന്നതും. അത് ഡബ്ബർ തേഞ്ഞു പോയാൽ ബോബിന് കറങ്ങില്ല കേട്ടോ. പിന്നെ ബോബിൻ വെച്ച ശേഷം വൈൻഡർ താഴേക്ക് അമർത്തുമ്പോൾ ലോക്ക് ചെയ്യുക. ബോബിൻ നിറഞ്ഞു കഴിഞ്ഞാൽ താനെ റിലീസാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൂല് കോർക്കുന്ന രീതിയാണ് കേട്ടോ. ആദ്യം നമ്മൾ നൂലുണ്ട മെഷീൻ്റെ മുകളിൽ കമ്പിയിൽ വെക്കുക. അവിടെ നിന്നുള്ള നൂൽ മെഷീൻ്റെ മുൻഭാഗത്തുള്ള ചെറിയ ഹുക്കിലൂടെയോ വളവിലൂടെയോ കടത്തി വിടുക കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട 2 വട്ടത്തിലുള്ള പ്ലേറ്റുകൾക്കിടയിലൂടെ നൂൽ കടത്തി വിടണം. നൂലിൻ്റെ മുറുക്കം ക്രമീകരിക്കുന്നതിന് അവിടുത്തെ സ്പ്രിങ്ങാണ്. ആ ഒരു സ്പ്രിങ് കറക്റ്റായിട്ട് നമ്മൾ നൂലിനെ വലിച്ചെടുക്കുന്നുണ്ട്. നൂല് ഈ പ്ലേറ്റുകൾക്കിടയിലൂടെ കൃത്യമായിട്ട് ഇരുന്നില്ലെങ്കിൽ തുന്നൽ ലൂസായിട്ട് വരും. ഓക്കെ, എന്താ വെച്ചാൽ സാധാരണ മെഷീനുകളിൽ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ് സൂചിയിൽ നൂല് കോർക്കേണ്ടത്. ഇത് മാറിയാൽ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിനുശേഷം നമ്മൾ താഴത്തെ ബോബിൻ കേസിലൂടെ ആ നൂലൊന്ന് വലിച്ചെടുക്കുക. താഴത്തെ നൂല് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നൂല് മുകളിലേക്ക് എടുക്കുന്ന രീതി കേട്ടോ. നൂല് വെക്കുന്ന രീതിയും നൂല് താഴെ നിന്ന് എടുക്കുന്ന രീതിയും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നല്ല ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെഷീനെ പരിചയപ്പെടലും നൂൽക്കോർക്കലൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.